ആസൂത്രണത്തിന്റെ ഭാഗമായതുകൊണ്ട് തന്നെയാണല്ലോ അയാൾ വടികാട് കരുതിക്കൊണ്ട് വന്നത്. അതല്ല ഇപ്പൊ പെട്ടെന്നൊരു ഇഷ്യൂവിന്റെ ഭാഗമായിട്ടുണ്ടായ കൊലപാതകമാണ്. വീട്ടിൽ പോയി കയ്യിൽ കരുതി വെച്ച മാരകായുധം വെച്ച് കുത്തി കൊലപ്പെടുത്തിയത്. പോലീസിന്റെ പ്രാഥമിക അന്വേഷണം മാത്രമാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്, റിപ്പോർട്ട് മാത്രമാണ് വന്നിട്ടുള്ളത്. ഇവിടെ പെരിങ്ങരയില് സഖാവ് സന്ദീപിനെ കൊലപ്പെടുത്തിയപ്പോഴും ഇത് തന്നെയായിരുന്നു മാധ്യമങ്ങളും അതോടൊപ്പം തന്നെ ഒരു വട്ടം ഇടതുപക്ഷ വിരുദ്ധർ സ്വീകരിച്ച നിലപാടും. അതും രാഷ്ട്രീയ കൊലപാതകമല്ല എന്നാണെന്ന് പറഞ്ഞത്. അതും പോലീസ് ആദ്യഘട്ടത്തിൽ സ്വീകരിച്ച സമീപനം രാഷ്ട്രീയ കൊലപാതകം അല്ല എന്നാണ്. പിന്നീടാണ് അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് രാഷ്ട്രീയ കൊലപാതകമാണ് എന്ന് പുറത്തു വരുന്ന സാഹചര്യം ഉണ്ടായത്. അപ്പം ഇത് ഇടതുപക്ഷത്തിന്റെ ഒരാൾ അല്ലെങ്കിൽ CPM-ന്റെ ഒരാൾ അല്ലെങ്കിൽ DYFIയുടെ ഒരാൾ മരിക്കുമ്പോൾ അത് രാഷ്ട്രീയ കൊലപാതകമല്ല. മറ്റേതെങ്കിലും രാഷ്ട്രീയ പാർട്ടികളിലെ ആളുകൾ മരിക്കുകയാണ് എങ്കിൽ അതിന് മരണത്തിന് ഉത്തരവാദിയായിട്ടുള്ള ആളുകൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഇടതുപക്ഷ ബന്ധമുണ്ടോ എന്ന് പരതി നടക്കുന്നത് അതൊരു നിഷ്പക്ഷമായിട്ടുള്ള മാധ്യമ പ്രവർത്തനമായിട്ട് നമുക്ക് കാണുവാൻ വേണ്ടി കഴിയുമോ എന്നുള്ളത് കൂടി